നമ്മളുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഉജാല. അത് നമ്മളുടെ തുണി നല്ല വെണ്മയാകാനായിട്ട്, വെള്ള തുണികൾ നല്ല ചുമന്നു പോകാതെ നല്ല വെള്ളയായിട്ട് ഇരിക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളിത് ഞാൻ കാണിക്കുന്ന ടിപ്സുകൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത്. വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അവർക്കും പണികൾ എളുപ്പമാകട്ടെ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെറാമിക് പാത്രങ്ങളൊക്കെ ഇല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ വെള്ള പാത്രങ്ങളെ പ്രത്യേകിച്ച് അത് ഫെയ്ഡായി പോകും. അപ്പം അതിനായിട്ട് നമ്മൾ കട്ടൻ ചായയാണ് ആദ്യമായി എടുക്കുന്നത്. പഞ്ചസാര ഇടാത്ത കട്ടൻ ചായ കേട്ടോ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വെള്ള പാത്രമാണെങ്കിൽ അതൊരു വെള്ള വര പോലെ വന്നിട്ട് അതിലൊരു കറുപ്പ് പാട്, അങ്ങനെ പല പല വിധത്തിലുള്ള കറ പിടിക്കുക, ഫെയ്ഡായി പോകുക, ഒരു പുതുമ നഷ്ടപ്പെട്ടിട്ട് പഴയതിൻ്റെ ഒരു ലുക്ക് വരില്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ള ടിപ്സാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഈ കട്ടൻ ചായയിലേക്ക് ഒരു 2 തുള്ളി നമ്മളുടെ ഷാമ്പു, ഏത് ഷാമ്പു ആണെങ്കിലും നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് 1-2 തുള്ളി ഉജാല ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ പാത്രം ഇപ്പം വളരെ അധികം ഫെയ്ഡായിട്ടുള്ളതാണെങ്കിൽ ഒരു 2 തുള്ളിയെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അതല്ല നമ്മളൊന്ന് പുതുമ വരുത്താൻ വേണ്ടി മാത്രമാണെങ്കിൽ 1 തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ പഴയതാകുമ്പോൾ നമുക്ക് ആ ഒരു പുതുമ വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് 2 തുള്ളി ഒഴിക്കാൻ പറഞ്ഞത്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു പുതുമ വരുത്താനാണെങ്കിൽ നമുക്ക് 1 തുള്ളി ആവശ്യമുള്ളൂ. കണ്ടില്ല, അതിൻ്റെ അടിഭാഗം വളരെ അധികം കറയുണ്ട്. അപ്പം ഞാനിതിങ്ങനെ ഇതുപോലെ ഒന്ന് മുക്കി ഒരു 5 മിനിറ്റ് വെക്കുക കേട്ടോ. നമ്മൾ അതിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കട്ടൻ ചായ എടുത്താലും വളരെ നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ എടുത്തപ്പോൾ വളരെ കുറവായി പോയി കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു വെള്ളം നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം കേട്ടോ. ഒരെണ്ണം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് ഒരെണ്ണം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയം കുറേ വേണം, ഒറ്റയടിക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കട്ടൻ ചായ കൂടുതൽ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ കുറച്ച് മാത്രം ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. ഇതൊന്നിങ്ങനെ മുക്കി വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഇത് നോക്കിക്ക്, ആ അടിഭാഗത്തുള്ള കറകളൊക്കെ പോയിട്ടുണ്ട്. ഒരു വര വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ട് പുത്തനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 30 വർഷം ഞാൻ കഴുകാത്ത ഗ്ലാസും കഴുകിയ ഗ്ലാസും തമ്മിൽ നോക്കുക കേട്ടോ. ഈ കണ്ടില്ലേ, വളരെ ഡിഫറൻസ് ഇല്ലേ. സോപ്പിട്ടൊന്നും കഴുകട്ടെ, നമ്മൾ ഇതൊന്ന് മുക്കി വെച്ച് ഇതുപോലെ ഒന്ന് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി. അതിൻ്റെ ഉള്ളും മറ്റേ പഴയ കഴുകാത്ത ഗ്ലാസിൻ്റെ ഉള്ളും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ ഇതുപോലെ നമ്മൾ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഷൂകൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമുക്കതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ലുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കൂ. നമുക്ക് പോളിഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്കത് ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഉജാല ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് എക്സിക്യൂട്ടീവ് ലുക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉജാല കൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വണ്ടറാകും. അത്രയും ഉപയോഗപ്രദമായ നല്ലൊരു വീഡിയോ ആണ്. ആദ്യമായിട്ട് നിങ്ങളെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ കോട്ടൺ തുണി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ടിഷ്യൂ ആണെങ്കിലും എടുത്താൽ മതി. നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്കത് കളയാമല്ലോ. അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, മറ്റുള്ള എണ്ണകളൊന്നും എടുക്കരുത്. വെളിച്ചെണ്ണ ഒരു തുള്ളി എടുത്താൽ മതി കേട്ടോ, കുറേ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം നമ്മളുടെ ഉജാലയും ഒരു തുള്ളി മാത്രം എടുത്താൽ മതി. നമ്മളുടെ കുട്ടികളുടെ സ്കൂൾ ഷൂ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീനായി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഇത് നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഷൂയിലുണ്ടാവുന്ന വ്യത്യാസം നിങ്ങൾ നോക്കുക. ആ ഒരു ബ്ലാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുമല്ല നമ്മൾ പിന്നെയും യൂസ് ചെയ്യുമ്പോൾ ആ പഴയതിൻ്റെ ആ ഒരു ഫിറ്റ്നസ് വരില്ല, പഴയതിൻ്റെ ഒരു ലുക്ക് വരില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് വരും. നമ്മൾ സ്കൂൾ ഷൂ ഒക്കെ കുട്ടികളെ കണ്ടില്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം
വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഒരു ഉജാല നമ്മളുടെ വീട്ടിൽ എന്നും മേടിച്ചു വെക്കുക. അത്രയും ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ ഞാൻ തരുന്നുണ്ട്. നമുക്ക് ജോലികൾ എളുപ്പമാക്കാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകൾ കണ്ടില്ലേ. നിങ്ങൾക്ക് തന്നെ ഇത് ലൈവായിട്ട് കാണാൻ പറ്റും എത്രത്തോളം ഇത് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് ഈ ഒരു ഷൂയുടെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഫസ്റ്റ് കാണിച്ചതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നമ്മളുടെ പാത്രങ്ങളൊക്കെ സെറാമിക് പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഫെയ്ഡായി പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്സുകളാണ് കേട്ടോ. ഉജാല നമ്മൾ പണ്ട് കാലങ്ങളിൽ തുണി കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇതുപോലെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ തന്നെ വണ്ടറായിപ്പോയി. വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ഉപകാരം ആണ് ഈ ഒരു ഉജാല കൊണ്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ പഴയ ഒരു തുരുമ്പ് പിടിച്ച ഈ പാത്രം ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു പാത്രമാണ് കേട്ടോ. ഇത് നോക്കിക്കോളെ എത്രത്തോളം ക്ലീൻ ആകുന്നുണ്ടെന്ന്. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഈനോനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു പൊടിയാണ് ഇത്. നമ്മൾ ഗ്യാസിൻ്റെ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈനോ. നമ്മൾ മെഡിക്കൽ ഷോപ്പിലാണ് ഇത് വാങ്ങുവാൻ കിട്ടുന്നത് കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ബാത്റൂമിൽ ഇത് കൊണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. കാണാത്ത ആളുകൾ അതൊന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ബാത്റൂം കഴുകാൻ പറ്റും, ഉരയ്ക്കാതെയും തേക്കാതെയൊക്കെ കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഉജാലയാണ്. ഈ ഉജാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റീൽ പാത്രം, അലൂമിനിയം പാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സ്റ്റീൽ പാത്രങ്ങൾ വെട്ടിത്തിളങ്ങുവാനും പുതുമ വരുത്തുവാനും കഴിയും കേട്ടോ. 2-3 തുള്ളി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്ക്രബ്ബർ വേണം. പിന്നെ നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ വേണം കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ഈവണായിട്ട് നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് നമ്മൾ ഇത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫുള്ളായിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. സത്യം പറഞ്ഞാൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കളയാനുള്ള ഒരു അവസ്ഥ. അത്രയും തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ വളരെ എഫക്റ്റീവായിട്ട് തോന്നി. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതുപോലെ തന്നെ തേച്ച് ഫുള്ള് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് കഴുകാൻ മതി കേട്ടോ. കുറേ ഒന്നും ഉരക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകാൻ മതി. ഇതിൻ്റെ പുറം ഭാഗവും ഇതുപോലെ തന്നെ തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പാത്രം കളയാം എന്ന് വിചാരിച്ച അത്രയും തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാത്രം കബോർഡിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് കാണാതിരുന്നതാണ്. അപ്പം ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അത് തേച്ച് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ ഉള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. അപ്പം നമ്മളിങ്ങനെ ഇതുപോലെ കളയാൻ വെച്ചേക്കുന്ന പാത്രങ്ങളെടുത്ത് ഈ ഒരു ഉജാല നമുക്ക് നമ്മളുടെ സ്റ്റീൽ പാത്രങ്ങൾ പുതുമ കിട്ടാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്കിപ്പോൾ ഈ ഒരു താല മാത്രമല്ല, നമ്മളുടെ കളറൊക്കെ മങ്ങിയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ ഉജാലയും വെറുതെ ഡിഷ് വാഷ് ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ കഴുകി നോക്കുക. വളരെയധികം പുതുമ കിട്ടാനായിട്ട് അത് സഹായിക്കും. കണ്ടില്ലേ എത്രത്തോളം ഇത് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റത്തെ പാത്രം പോലെയാണ് ഇത്, പുത്തനായിട്ടില്ലേ. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ ഒരു ഉജാല മേടിച്ച് നിങ്ങൾ പാത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ കഴുകി നോക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം 2-3 കർപ്പൂരം. ചൂടുവെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം നമ്മളുടെ കർപ്പൂരം നല്ലതുപോലെ മെൽറ്റായി കിട്ടണം. നമ്മൾ തണുത്ത വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ ഒന്ന് നല്ലതുപോലെ ഇതാക്കി എടുത്താലും നമുക്ക് കർപ്പൂരം മിക്സായി കിട്ടും. പക്ഷെ ചൂടുവെള്ളത്തിലാകുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. മെൽറ്റല്ല ഒരു ഇതായി കിട്ടും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതായി കിടക്കും. നല്ലതുപോലെ മിക്സ് ചെയ്ത് നിങ്ങൾ ഈ ഒരു മിശ്രിതം നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് തുടക്കുമ്പോഴൊക്കെ ഇല്ലേ ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ വീട് തുടച്ച് കഴിഞ്ഞാൽ ഉറുമ്പ്, പാറ്റ, പല്ലി അതിൻ്റെയൊക്കെ ശല്യം വളരെ അധികം വീട്ടിൽ കുറയും. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളുടെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം. നമുക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രം എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇതൊന്നും പറ്റില്ല, നമ്മളിങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല യൂസിനും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊന്ന് തെളിച്ചു കൊടുത്താൽ മതി. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നല്ല ഈവണായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിലാക്കുന്നത് കേട്ടോ.
എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചൂലാണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ഏതൊരു ചൂലും ആകട്ടെ, പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാകാം, പുല്ലിൻ്റെ ചൂലാകാം, ഈർക്കിലിയുടെ ചൂലും ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഏത് ചൂലാണെങ്കിലും നിങ്ങൾ എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു കവർ നമുക്ക് കിറ്റ് നമ്മളെ കടകളിൽ നിന്നും വെറുതെ കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ അല്ല കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലുള്ള കവറാണ് ഇപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ വെറുതെ യൂസ് ചെയ്യാണ്ട് കളയലാണ്, എന്താണ് വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കലാണ്. അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കാം. നമ്മൾ സ്ത്രീകൾക്ക് വീട് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും പൊടി വരിക, അലർജി വരിക, അതുപോലെ കുട്ടികൾക്ക് അസുഖം ഈ ഒരു അലർജി കൊണ്ട് വരും. ഇതുപോലെ നല്ലതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് സ്ട്രോങ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ നിങ്ങളൊരു റബ്ബർ ബാൻഡ് ഇട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും ഉപ്പിൻ്റെയും മിശ്രിതയില്ലേ, അത് ഇതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമ്മളുടെ സോഫ ഇതുപോലെ എല്ലാവരെയും സോഫ ഇതുപോലെ ആയിരിക്കും. നമ്മളുടെ ചൂല് കയറും, പക്ഷെ മോപ്പ് കൊണ്ട് തുടക്കാനേ സാധിക്കില്ല ഇല്ലേ. അപ്പം നമുക്ക് ഇതുപോലെ ഈ ഒരു കവറിട്ട് ഇതുപോലെ ചെയ്തതിന് ശേഷം അതുപോലെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കർപ്പൂരവും ഉപ്പും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലുള്ള പൊടികൾ മൊത്തം വരികയും പിന്നെ മാറാല പിടിക്കാതിരിക്കാനും ഇത് സഹായിക്കും. എട്ടുകാലികൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഈ കർപ്പൂരത്തിൻ്റെ ഒരു മണം കൊണ്ട് എട്ടുകാലികൾ അവിടെ പിന്നെ വസിക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പൊടി മാറാലേയും പിന്നെ വരുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് പോകുമ്പോൾ വരുമായിരിക്കും. എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ തറ കർപ്പൂരം കൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വരവ് വളരെ കുറയും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ കട്ടിൻ്റെ അടിയിൽ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊടി വരുന്നത് വളരെ കുറയും കേട്ടോ. നമ്മളുടെ വീട്ടിൽ പൊടിയുടെ അംശം വളരെ കുറയും. നമ്മളൊരു മാസത്തിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ പൊടിയേ ഉണ്ടാവില്ല. നമുക്ക് മറ്റുള്ള ഒരു കോലൊക്കെ കൊണ്ടൊന്നും ചെയ്താൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതുപോലെ തന്നെ ഇത് നല്ലപോലെ പൊടി വലിച്ചെടുക്കുന്ന ഒരു കവറുമാണ്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് നമുക്ക് ഉപയോഗിച്ച് ചുരുട്ടി കളയാവുന്നതാണ്. ഇതുപോലെ പൊടി എടുത്തതിന് ശേഷം ഒരു 4 or 5 കവർ ഉണ്ടെങ്കിൽ നമുക്ക് വീട് മൊത്തം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ റീയൂസ് ഒന്നും ചെയ്യേണ്ട, ഇത് ചുരുട്ടി അങ്ങോട്ട് വേസ്റ്റിലേക്ക് ഇടാം. കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചെയ്ത് നോക്കുക, കമൻറ്റ് വഴി തീർച്ചയായിട്ടും അറിയിക്കാം. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.